ജോൺ വിക്ക് ഫ്രാഞ്ചൈസിന്റെ സ്പിൻ ഓഫ് ആയിട്ട് വന്നിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ബാലറീന നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ സ്ട്രക്ചർ വളരെ ജനറിക് ആണെന്ന് കാണാം. ഒരു ഒറിജിൻ സ്റ്റോറി അവതരിപ്പിക്കുമ്പോൾ നമ്മൾ കാണുന്ന കഥാപാത്രത്തിന്റെ ജേണി കാണിക്കുന്ന ഈ സിനിമയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഏറെക്കുറെ തുടക്കത്തിൽ തന്നെ അവർ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. എന്നാൽ സംവിധായകൻ ലെൻ വൈസ്മാനും റൈറ്ററായിട്ടുള്ള ഷെയ് ഹാറ്റനും ഈ ഒരു യൂഷ്വൽ സ്വഭാവത്തെ മുന്നോട്ട് പോകുമ്പോൾ ആക്ഷൻ ബ്ലോക്കുകളെ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആക്ഷൻ ആ ഒരു രീതിക്ക് മാറുന്നത് കഥയിലേക്ക് ആളുകളെ കൂടുതൽ അടുപ്പിക്കുന്നുണ്ട്. ജോൺ വിക്ക് സിനിമകളിൽ കാണുന്ന വളരെ റോ ആയിട്ടുള്ള സ്ലിക്ക് ആയിട്ടുള്ള ആക്ഷൻ സീൻസുകൾ ഇവിടെയും കാണിച്ചുകൊണ്ട് ആ ലോകത്ത് ചേർന്ന് പോകുന്ന ഒരു കഥയാകാൻ ബാലറീനയ്ക്ക് സാധിക്കുന്നുണ്ട്. ഈവ് മെക്കാരോ എന്ന കഥാപാത്രത്തിന്റെ കഥയാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. ജോൺ വിക്ക് ചാപ്റ്റർ 3ൽ നമ്മൾ കണ്ടിട്ടുള്ള റുസ്ക റോമ എന്ന തിയേറ്റർ പരിപാടിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആളാണ് ഈവ്. ചെറുപ്പത്തിൽ കൾട്ടുകൾക്കിടയിലുള്ള സംഘർഷത്തിലാണ് ഈവിന് സ്വന്തം കുടുംബത്തെ നഷ്ടമായത്. ട്രെയിനിങ് കഴിഞ്ഞ് ഫീൽഡിൽ ഇറങ്ങിയപ്പോൾ തന്റെ കുടുംബത്തെ കൊന്നവരെക്കുറിച്ചുള്ള ചില അറിവുകൾ അവൾക്ക് ലഭിച്ചു. സ്വന്തം റിസ്കിൽ ആ കൂട്ടരെ കണ്ടുപിടിക്കാൻ ഈവ് നടത്തുന്ന ശ്രമങ്ങളാണ് ബാലറീനയിൽ നമ്മൾ കാണുന്നത്. ഒരു സ്പിൻ ഓഫ് ആകുന്നതിന്റെ പല അഡ്വാൻറ്റേജുകളും ബാലറീനയ്ക്ക് ലഭിക്കുന്നുണ്ട്. നമ്മൾ ജോൺ വിക്ക് സിനിമകൾ കാണുമ്പോൾ ജോൺ വിക്ക് ആരാണെന്ന് മറ്റുള്ളവർ പറയുന്ന സീനുകളിലൂടെ ലഭിക്കുന്ന ഒരു രോമാഞ്ചമുണ്ട്. ജോൺ വിക്ക് എന്താണ് ചെയ്തതെന്ന് ആ സമയത്ത് നമ്മൾ കണ്ടിട്ട് പോലുമില്ല. അത്തരത്തിലുള്ള ഒരു നരേറ്റീവ് അല്ല ബാലറീനയിൽ നമ്മൾ കാണുന്നത്. ഇത് കുറച്ചുകൂടെ കൺവെൻഷണൽ ആയിട്ട് ഉള്ളിൽ പ്രതികാരമുള്ള ഒരു പെൺകുട്ടി കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഈ സ്കില്ലുകൾ നേടിയെടുക്കുന്നത് സിനിമ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ജോൺ വിക്ക് ആരാണെന്ന് ഓരോ സിനിമ കഴിയും തോറും നമുക്ക് പുതിയ പുതിയ ഇൻഫർമേഷനുകൾ കിട്ടുന്ന രീതിയിലായിരുന്നു ആ സിനിമകൾ ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളതെങ്കിൽ ഇവിടെ കേന്ദ്ര കഥാപാത്രത്തിലൂടെ ഈ ലോകം എന്താണെന്നും ഇതിലെ വില്ലന്മാരെങ്ങനെയുള്ളവരാണെന്നുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ സിനിമ കാണാൻ വരുന്ന ഭൂരിഭാഗം ആളുകളും ആക്ഷൻ ബ്ലോക്കുകൾ കാണാൻ വേണ്ടിയായിരിക്കും വരുന്നത് എന്നത് ആർക്കും ഊഹിക്കാവുന്ന ഒരു കാര്യമാണ്. ഒറിജിനലിനോട് നീതി പുലർത്തുന്ന ആക്ഷൻ സീനുകൾ ഡിസൈൻ ചെയ്യുക എന്നത് തന്നെയാണ് ഇവിടുത്തെ ചാലഞ്ച്. ഈ സിനിമയിലെ ഏറ്റവും ആദ്യത്തെ ആക്ഷൻ സീൻ നോക്കുകയാണെങ്കിലും നമ്മുടെ നായിക ആദ്യമായിട്ടൊരു മിഷന് പോകുന്ന സ്ഥലത്തെ ആക്ഷൻ സീൻ നോക്കുകയാണെങ്കിലും സംഗതിയെല്ലാം വളരെ റഫ് ആൻഡ് റോ ആയിട്ടുള്ളതാണെങ്കിലും എന്തോ ഒരു മിസ്സിംഗ് ഉണ്ട്. പക്ഷെ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഈ ഒരു മിസ്സിംഗ് നമുക്ക് തോന്നുന്നത് ആക്ഷൻ സീനുകളെ പിന്നീട് അങ്ങോട്ട് എലിവേറ്റ് ചെയ്യാൻ സിനിമയെ സഹായിക്കുന്നുണ്ട്. ഒരു വലിയ ആക്ഷൻ സീക്വൻസ് കഴിഞ്ഞ് നായിക ആ സ്ഥലത്ത് നിന്ന് പോകുന്ന പോലത്തെ ഒരു വൈഡ് ആംഗിൾ ഷോട്ട് കാണിച്ചതിന് ശേഷം പെട്ടെന്ന് അതൊരു കാറുള്ള ആക്ഷൻ സീക്വൻസ് ആയിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാം പകുതിയിൽ വരുന്ന ഗ്രനേഡ് ഉപയോഗിച്ചിട്ടുള്ള അറ്റാക്കിങ്ങും ഈ സിനിമയിൽ ഗംഭീരമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരാളുടെ വ്യക്തിപരമായ പ്രതികാരം ആ ഒരു വേൾഡിൽ മൊത്തത്തിൽ ചലനം സൃഷ്ടിക്കുന്നു എന്ന് പറയുന്ന ജോൺ വിക്ക് പരിപാടി ഇവിടെയുമുണ്ട്. ജോൺ വിക്ക് സിനിമകളിലൂടെ നമ്മൾക്ക് സുപരിചിതമായിട്ടുള്ള കോണ്ടിനെന്റൽ ഹോട്ടലിലെ ചെക്ക് ഇൻ, വെപ്പൺ വാങ്ങുന്നത്, പിന്നെ ബൗണ്ടികൾ, ഇതെല്ലാം ഈ കഥയിലും ഇടം പിടിച്ചിട്ടുണ്ട്. ജോൺ വിക്ക് സിനിമകളിലൂടെ നമുക്ക് പരിചിതമായിട്ടുള്ള സിനിമാറ്റോഗ്രാഫി സ്റ്റൈൽ, നിയോൺ ലൈറ്റുകൾ ഉപയോഗിച്ച് ഡാർക്ക് ഷെയ്ഡ്സ് കൂടുതലായിട്ടുള്ള ആ ഒരു സ്റ്റൈൽ ഇവിടെയും ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഈവിന്റെ ആദ്യത്തെ മിഷൻ നോക്കുകയാണെങ്കിൽ അതിനൊരു പിങ്ക് ടോൺ ഉണ്ട്. ഡ്രസ്സിൽ തുടങ്ങി ചുറ്റുമുള്ള ലൈറ്റിൽ വരെ അത് കാണാൻ പറ്റും. എന്നാൽ അടുത്ത മിഷനുകളിലേക്കൊക്കെ വരുമ്പോൾ ഈ പിങ്കിന്റെ ശതമാനം കുറഞ്ഞ് ഒരു ഘട്ടത്തിൽ പൂർണ്ണമായും റെഡും ബ്ലാക്കുമായിട്ട് മാറുന്നുണ്ട്. ചിന്താഗതി സ്വല്പം സ്റ്റീരിയോടിപ്പിക്കൽ ആണെങ്കിലും വിഷ്വൽ ലാംഗ്വേജിൽ അതൊരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. രണ്ടാം പകുതിയിൽ വരുന്ന റെസ്റ്റോറന്റ് സീനിലെ സൗണ്ട് ഡിസൈനും ഗംഭീരമായിരുന്നു. വൾണറബിലിറ്റി വളരെ കൺവിൻസിംഗ് ആയിട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു മുഖമാണ് അന ഡെ ആർമാസിനുള്ളത്. ഈ സിനിമയുടെ കഥ ലീനിയർ ആയതുകൊണ്ട് വളരെ വൾണറബിൾ ആയ ഒരു സ്റ്റേജിൽ നിന്ന് മെല്ലെ മെല്ലെ പക്വതയിലേക്ക് കഥാപാത്രം നീങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു ട്രാൻസിഷൻ അവർ നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. പാരബെല്ലത്തിൽ കണ്ടിട്ടുള്ള ഡയറക്ടർ കഥാപാത്രത്തെ ആഞ്ചലിക്ക ഹൂസ്റ്റൺ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. ഭാവിയിൽ ഒരുപക്ഷെ ജോൺ വിക്കിന് വിൻസ്റ്റൺ എങ്ങനെയായിരുന്നോ അതുപോലെ ആകാൻ സാധ്യതയുള്ളൊരു കഥാപാത്രമാണിത്. ഗബ്രിയൽ ബയൻ ആണ് വില്ലനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇയാൻ മക്ഷെയിനും അന്തരിച്ച ലാൻസ് റെഡ്ഡിക്കും ഈ സിനിമയിൽ അവരുടെ പഴയ കഥാപാത്രങ്ങളായിട്ട് തന്നെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ പ്രധാന താരം കിയാനു റീവ്സ് ജോൺ വിക്ക് ആയിട്ട് എത്തുന്നുണ്ട്. പുള്ളിയുടെ സീനുകൾ കഥയ്ക്ക് എത്രത്തോളം അത്യാവശ്യമാണ് എന്നത് ന്യായമായൊരു ചോദ്യം തന്നെയാണ്. ചെറുതായിട്ടൊരു ഗിമ്മിക്ക് പോലെ പറയാവുന്ന ഒരു ക്യാരക്ടർ ആണെങ്കിലും ജോൺ വിക്കിനെ ഒരിക്കൽ കൂടി സ്ക്രീനിൽ കാണുക എന്നതിന്റെ സന്തോഷം അവിടെയുണ്ട്. ഒരു കാര്യം എന്തായാലും പറയണമെന്ന് തോന്നിയത്, വളരെ ബ്രൂട്ടലായിട്ടുള്ള വയലൻസ് ആണെങ്കിലും ഈ സിനിമ ഒരിക്കലും അതിനൊരു സെലിബ്രേഷൻ ആക്കുന്നില്ല. കട്ടുകളും ഫ്രെയിമുകളും സൗണ്ട് ഡിസൈനും ലോ ലൈറ്റിങ്ങും ഒക്കെ ഉപയോഗിച്ചിട്ട് അവിടെ വയലന്റ് ആയ ഒരു സംഭവം നടന്നു എന്നത് വളരെയധികം ചോര തെറിപ്പിക്കാതെ കൺവേ ചെയ്യാൻ ബാലറീനയ്ക്ക് സാധിക്കുന്നുണ്ട്. ഇതിനു മുന്നേ 4 സിനിമകൾ വന്നിട്ടുള്ളത് കൊണ്ട് വേൾഡ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം സിനിമയ്ക്ക് ചെലവഴിക്കേണ്ടി വരുന്നില്ല. ഫ്രാഞ്ചൈസിലെ മറ്റ് സിനിമകളുടെ വിഷ്വൽ ലാംഗ്വേജിനോട് ചേർന്ന് നിൽക്കുന്ന വിഷ്വലുകളും ഫ്രാഞ്ചൈസിന്റെ ലെഗസിയെ പറയിപ്പിക്കാത്ത തരത്തിലുള്ള ആക്ഷൻ സെറ്റ് പീസുകളുമുള്ള ബാലറീന തീർച്ചയായും കണ്ടിരിക്കാവുന്ന, ജോൺ വിക്ക് ബിൽഡ് ചെയ്തിട്ടുള്ള ലോകത്തെ ഭാവിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കപ്പാസിറ്റിയുള്ള ഒരു സിനിമ തന്നെയാണ്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്